അല്ലെങ്കിൽ ലേസിനെസ് ഇതൊരു രോഗമാണോ? അല്ല. എന്നാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? അതുമല്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ നമ്മളിൽ വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ് മടി. മടി കാരണം സമയം ഒരുപാട് പോകുന്നു. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം തീർക്കാൻ പറ്റാതെ പോകും. നമ്മൾ എത്രയൊക്കെ തല കുത്തി മറിഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് മാറ്റാൻ പറ്റില്ല. രാവിലെ എണീക്കുമ്പോൾ വിചാരിക്കും ഇന്നത്തെ ദിവസം നല്ല ഉഷാറായിട്ടെല്ലാം ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എവിടെന്നോ ഈ ഒരാൾ കയറി വരും. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിണ്ടാവില്ലേ? ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് മടി. 1. എന്താണ് മടി? 2. ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം? 3. എന്താണ് ഈ മടി നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള കാരണം? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വിഷയങ്ങൾ. നാളെ അല്ലെങ്കിൽ മറ്റന്നാള് അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒന്നാണ് മടി. ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ്, അവസരം, സമയം ഇതെല്ലാം ഉണ്ടായിട്ടും ഇപ്പോൾ ചെയ്യാതെ അത് മാറ്റിവെക്കാനുള്ള നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് ഈ മടിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സത്യത്തില് ഈ മടിയില്ലാത്ത ആരും തന്നെ ഇല്ല. പക്ഷെ അതിനെ മറികടക്കുമ്പോഴാണ് നമ്മൾ സക്സസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മടി വരുന്നതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെറുതെ എന്തായാലും മടി വരില്ലല്ലോ. മടി വരുന്നതിന്റെ ഒരു 5 കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് അടുത്ത അത് നോക്കാം. നമ്പർ 1, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ജോബ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മടി വരാം. നമ്പർ 2, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ബോറിംഗ് ആണെങ്കിൽ നമുക്ക് മടി വരാം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ല എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മടി വരാം. ആ ജോലിക്ക് പോകാൻ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. നമ്മൾ ഓരോ കാര്യങ്ങളും തന്നെ ലീവ് എടുത്ത് വീട്ടിലിരിക്കും ഇല്ലേ? അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യാം. എന്ത് കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് മടിയിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്പർ 3, നമ്മൾ ചെയ്യുന്ന ജോബ് അല്ലെങ്കിൽ എന്ത് വർക്ക് ആയിക്കോട്ടെ അത് ഭയങ്കര സ്ട്രെസ്സും നമുക്ക് ഓവർ ടെൻഷനൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് അതിൽ നിന്നാലും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്പർ 4, പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്ത കാര്യങ്ങൾ. അതായത് ജോലിയാണെങ്കിൽ മാസം നമുക്ക് സാലറി കിട്ടില്ല എന്ന് വിചാരിക്കാം. വൈകിയാണ് നമുക്ക് അതിൽ നിന്ന് പ്രതിഫലം കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. മാസം കിട്ടുമ്പോൾ ശമ്പളം കിട്ടുമ്പോഴല്ല നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കേട്ടോ യൂട്യൂബ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അതിന് പ്രതിഫലം കിട്ടുള്ളൂ. അത് എന്നാ കിട്ടാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 5-6 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. പക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യണു. അതിൽ കുറെ ആൾക്കാർ നിർത്തിപ്പോവും, കുറെ ആൾക്കാർ കണ്ടിന്യൂ ചെയ്യും. കണ്ടിന്യൂ ചെയ്ത ആൾക്കാർ സക്സസ് ആവും. നമ്പർ 5, കറക്റ്റ് പ്ലാനിങ് ഇല്ലാത്ത വർക്ക്. ഇപ്പോൾ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു, പക്ഷെ ആ ഒരു ജോബിനെ പറ്റി നമുക്ക് വലിയ അറിവില്ല. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കാണും. പിന്നെ ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ നമ്മളെ നിർത്തി പോകാനുള്ള ചാൻസ് അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഈ 5 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് മടി വരാനുള്ള കാരണങ്ങൾ. പിന്നെ മടിക്കാനായിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് പാരമ്പര്യമായിട്ട് അച്ഛൻ്റെ അച്ഛനൊക്കെ മടി ഉണ്ടെങ്കിൽ നമുക്ക് മടി വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എന്താണ് മടി, എങ്ങനെയാണ് മടി വരുന്നത്, ഇതൊക്കെ മനസ്സിലായില്ലേ? ഇനി എങ്ങനെ മറികടക്കാന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു നിശ്ചിത ടൈം പീരീഡ് വെച്ച് ചെയ്യാം. അതായത് ഓരോ നിശ്ചിത സമയങ്ങളാക്കി എടുത്തിട്ട് അതിനുള്ളിൽ ചെയ്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ വർക്കിൽ ഉണ്ടാവുന്ന ബോറടി, മടി ഇതൊന്നും നമുക്ക് വരാതെ പരമാവധി നോക്കാനായിട്ട് പറ്റും. ഈ ഒരു ജോബ് അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൽ നിന്ന് എനിക്ക് ഉണ്ടാവുന്ന ഗ്രോത്ത് അതിനെപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മടി പെട്ടെന്ന് തന്നെ മാറി കിട്ടും. ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാം. ഈ ഒരു കാര്യം ചെയ്താൽ അതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷങ്ങൾ, പിന്നെ എന്തിലാണോ നിങ്ങൾക്ക് മടി ആ ഒരു കാര്യത്തിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചില്ല. അതിലെ കൂടുതൽ സാധ്യതകളെ പറ്റി അറിവുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു എനർജി പുറത്തേക്ക് വരും. പിന്നെ ആരും പറഞ്ഞു തരാത്തൊരു കാര്യം കൂടെ ഇതിൽ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നായിട്ട് ഞാനിത് പറയണം. അതായത് നമ്മളെ കളിയാക്കി ഒറ്റപ്പെടുത്തിയ വില കുറച്ച് കണ്ട ആൾക്കാരില്ലേ, അവരുടെ മുഖം ഒന്നാലോചിക്കുക. അപ്പം തന്നെ നമ്മൾ കട്ടിൽ നിന്ന് ചാടി എണീറ്റ് എന്താണോ നമ്മുടെ വർക്ക് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ലക്ഷ്യം നമ്മൾ അതിനു വേണ്ടി നന്നായിട്ട് പ്രയത്നിക്കും. എനിക്ക് 100% വർക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളും ഇത് ചെയ്തു നോക്കാം. കാരണം പല മനുഷ്യന്മാർക്കും ഇതിലേക്കൊന്ന് ഇറങ്ങി കിട്ടാനാണ് പാട്. അതായത് നമ്മൾ ചെയ്യുന്നതിലേക്ക് ഒന്ന് ഇറങ്ങി അതിനെപ്പറ്റി ഒന്ന് അറിയാനായിട്ടുള്ള ഒരു മടിയില്ലേ, അത് മാറിയാൽ തന്നെ നമ്മുടെ ലൈഫ് സെറ്റാവും. ഇനി ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയില്ലേ, ചാനലൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ ഇടാനായിട്ട് എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. എങ്ങനെ വീഡിയോ ഇടണം, എങ്ങനെ പറയണം, എനിക്കതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്നു. പക്ഷേ ഒരു ദിവസം കട്ടിലൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എന്തായാലും ഇനി വൈകിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാനീ പറഞ്ഞ ആൾക്കാരെ മുഖം ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്കും സെറ്റാവണം, എനിക്ക് ഇവരെ മുന്നിൽ നിവർന്ന് നിൽക്കണമെന്ന് ആലോചിച്ച ആ ഒരു സെക്കൻഡിൽ എനിക്ക് തോന്നിയ കാര്യത്തിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിരുന്ന്
1 മണിക്കൂർ നേരത്തിനുള്ളിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത വീഡിയോ ആണ് എൻ്റെ ആദ്യത്തെ വീഡിയോ. അത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല. അന്നായി ഇട്ടിട്ട് പിന്നെ ഞാനിതുവരെ നോക്കില്ല. അത് നോക്കാനുള്ള ധൈര്യം എനിക്കില്ല. എന്തായാലും പറഞ്ഞാലും കൂടെ എനിക്കറിയില്ല. നല്ലൊരു പേടി എനിക്ക് നോക്കാൻ തന്നെ. ശരിക്കും നിങ്ങളെ തളർത്തുന്ന ആൾക്കാരില്ലേ, നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരില്ലേ, അവര് നിങ്ങളെ ശരിക്കും നന്നാക്കാണ് ചെയ്യണത്. അവരാണ് നമ്മുടെ എനർജി ബൂസ്റ്റാണ് അവരില്ലെങ്കിൽ നമ്മളില്ലല്ലോ. അവര് നമ്മളെ നന്നായിട്ട് ഇങ്ങനെ പ്രഷർ ചെയ്ത് നമ്മളൊന്നും അല്ലാണ്ട് ആക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് ജീവിതത്തിൽ ഉയരണം എന്നുള്ളൊരു ചിന്ത തന്നെ വരുന്നത്. പലരും ഈ കളിയാക്കലുകളിൽ നിന്നാണ് ഉയർന്ന് വലിയ നിലയിൽ എത്തിയേക്കുന്നത്. ഇവരൊന്നും ഇല്ലെങ്കിൽ നമ്മളില്ല. നമ്മള് ഇന്ന് തുടങ്ങി വെച്ചാൽ മാത്രമാണ് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വലിയ പൊസിഷനിൽ നല്ലൊരു കസേരയിൽ ഇരിക്കുന്നുണ്ടാവും. 4 ആൾ അറിയപ്പെട്ട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേര് വരിക. നമ്മുടെ ഫോട്ടോസൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിൽ ലൈക്ക് അടിക്കാനായിട്ട് കുറേ പേര്. ഇതൊക്കെ കുറേ പേരെ സ്വപ്നമാവും. പക്ഷെ ഇത് എവിടെ നിന്ന് തുടങ്ങണം മടി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും കുറേ പേര്. അവർക്ക് വേണ്ടിയാണ് ഞാൻ അതൊക്കെ പറയാം. മടി പിടിച്ചിരുന്നാലേ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏത് പൊസിഷനിലാണോ ഉള്ളത്, ഒരു 10 വർഷം കഴിയുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കണ്ടാവും. അല്ലെങ്കിൽ അതിനും താഴോട്ടേ വരാനാ ചാൻസ്. മടി അത് വേണ്ടാത്തൊരു കാര്യമാണ്. മടി പിടിച്ചിട്ടൊരു കാര്യമില്ല. ഒരു ദിവസം എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാം അത്രയും ഹാർഡ് വർക്ക് ചെയ്യാം നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം നടപ്പാക്കാൻ പറ്റുള്ളൂ. നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം, ഇതെല്ലാം ഒഴിവാക്കുക. ഇന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി പ്രവർത്തിച്ച് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയൊക്കെ പറഞ്ഞില്ലേ, ഇനി ഞാൻ എന്നെ പറ്റി പറയാം. ഈ ഡെയിലി വീഡിയോ ഇടുന്നതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷെ അത് ഭയങ്കര പാടുള്ള കാര്യമാണ് കേട്ടോ. വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. ഒരു 5 മണിക്കൂർ നേരത്തെ പണിയാണ്. എനിക്കാണെങ്കിൽ കുറച്ച് നേരം പകൽ ഒഴിവുള്ളൂ. പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടാലും 7 മണിയാകുമ്പോഴേക്കും വീഡിയോ ഒപ്പിക്കും. അതുകൊണ്ടാണ് ചില വീഡിയോകൾ ഭയങ്കര മോശമായിട്ട് പോകുന്നത്, ചിലത് കുഴപ്പമില്ലാണ്ട് വരുന്നത്. കുറേ സമയം ഇരുന്നാൽ മാത്രമാണ് ഒരു നല്ല വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് മടിയൊക്കെ വരും, പക്ഷെ എനിക്ക് ലക്ഷ്യങ്ങളുണ്ട്. കാരണം എൻ്റെ എതിരാളികൾ, എന്നെ തള്ളി പറഞ്ഞ ആൾക്കാരെ മുന്നിൽ ജയിച്ച് നിൽക്കണമെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ ലക്ഷ്യം നടപ്പാക്കണ്ടേ. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ എതിരാളികളെ മുഖാലോചിച്ചാൽ മതി. ഇത്രയൊക്കെ എനിക്കിന്ന് പറയാനുള്ളൂ. കൂടുതൽ വലിച്ചു നീട്ടി വീഡിയോ ലെങ്ത് ആക്കാൻ നോക്കണില്ല. അപ്പോൾ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുക. താങ്ക്സ് യൂണിവേഴ്സ്. ഹരേ കൃഷ്ണ.